ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തിയത് ശ്രദ്ധേയമായി. കുർസി ബച്ചാവോ ബജറ്റ്, അതായത് കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്നാണ് രാഹുൽ ഗാന്ധി ബജറ്റിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയും മുൻ ബജറ്റുകളും കോപ്പിയടിച്ചെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ്, സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനായി മറ്റ് സംസ്ഥാനങ്ങളുടെ ചിലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുക, അദാനിയെയും അംബാനിയെയും പ്രീതിപ്പെടുത്തുന്ന ബജറ്റാണെന്ന് ഇരുവരുടെയും പേര് പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി പറഞ്ഞു. ക്രോണികളെ പ്രീതിപ്പെടുത്തുക, സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകാതെയാണ് എഐകൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്നും അദ്ദേഹം കുറിച്ചു. ഉൽപാദനക്ഷമത, ജോലി, സാമൂഹിക നീതി, നഗരവികസനം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിഷ്കാരങ്ങൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് എന്നാണ് ബജറ്റ് അവതരിപ്പിച്ച് മന്ത്രി പറഞ്ഞത്. മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതെന്നും ആഗോള സമ്പദ്ഘടനാ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചുവെന്നും ഗരീബ് കല്യാൺ യോജന 5 വർഷം കൂടി നീട്ടിയത് വഴി 80 കോടി ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. NDA സഖ്യകക്ഷികളായ JDU ഭരിക്കുന്ന ബീഹാറിനും TDP ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനും കേന്ദ്ര ബജറ്റിൽ നിരവധി പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. ആന്ധ്രയുടെ തലസ്ഥാനമായ അമരാവതി വികസനത്തിന് 15,000 കോടിയാണ് കേന്ദ്ര ബജറ്റിൽ മന്ത്രി നിർമ്മല സീതാരാമൻ അനുവദിച്ചിട്ടുള്ളത്. ആന്ധ്രയിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനായി 2.66 കോടിയും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം കാണിച്ചതെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ ബജറ്റ് വകയിരുത്തലിൽ വലിയ വിവേചനമുണ്ടായെന്ന പ്രതിപക്ഷ വാദങ്ങളെ ധനമന്ത്രി തള്ളി. ബജറ്റ് പ്രസംഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കാനാവില്ലെന്നാണ് അവർ പറഞ്ഞത്. രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സഭയിൽ ധനമന്ത്രി സംസാരിച്ചത്. പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ദൗർഭാഗ്യകരമാണ്. ജനാധിപത്യത്തെ ബഹുമാനിക്കാനെങ്കിലും അവർക്ക് സഭയിൽ ഇരിക്കാമായിരുന്നു. എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവർ കേൾക്കാൻ തയ്യാറാവണമെന്നായിരുന്നു ധനമന്ത്രി പറഞ്ഞത്. മല്ലികാർജുൻ ഖാർഗെ പരാതിപ്പെട്ടത് ബജറ്റ് പ്രസംഗത്തിൽ 2 സംസ്ഥാനങ്ങളെ കുറിച്ച് മാത്രമാണ് പരാമർശിച്ചത് എന്നാണ്. കോൺഗ്രസ് ദീർഘകാലം രാജ്യം ഭരിച്ചതാണ്. അവർ ഒരുപാട് ബജറ്റുകളും അവതരിപ്പിച്ചതാണ്. അവർക്കറിയാം എല്ലാ ബജറ്റിലും എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കാനാവില്ലെന്ന കാര്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം NDA ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകുന്നില്ലെന്ന് ആരോപിക്കുന്നുണ്ട്. ഇത് തീർത്തും പ്രതിഷേധകരമായ ആരോപണമാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ബജറ്റിൽ യാതൊരു പ്രഖ്യാപനവുമില്ലെന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് എന്നെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും ബംഗാളിൽ അതൊന്നും നടപ്പാക്കിയിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ എന്നോട് ചോദിക്കാനുള്ള ധൈര്യം എങ്ങനെ വന്നുവെന്നും ധനമന്ത്രി ചോദിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്രം ബംഗാളിന് GST തുക അടക്കം നൽകാനുണ്ടെന്ന് TMC അംഗങ്ങൾ ധനമന്ത്രിക്ക് മറുപടി നൽകി. വടക്കൻ ബംഗാളിലെ മാൾഡയിൽ വെള്ളപ്പൊക്കം നേരിടാൻ യാതൊന്നും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ധനമന്ത്രി ബംഗാളിനോട് ഉദാര മനസ്സ് കാണിച്ചില്ലെന്നും TMC MP മോസം നൂർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രൂക്ഷമായാണ് ബജറ്റിനെ വിമർശിച്ചത്. ജനങ്ങളോട് കാണിച്ച തട്ടിപ്പാണ് ബജറ്റ്. ഒരു സംസ്ഥാനത്തിനും യാതൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ 2 സംസ്ഥാനങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് ലഭിച്ചതെന്ന് ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ഖാർഗെ പറഞ്ഞു. തമിഴ്നാടിനോ കേരളത്തിനോ കർണാടകത്തിനോ മഹാരാഷ്ട്രയ്ക്കോ പഞ്ചാബിനോ ഹരിയാനയ്ക്കോ ഡൽഹിക്കോ അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കൊന്നും ബജറ്റിൽ യാതൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഖാർഗെ തുറന്നടിച്ചിരുന്നു.